Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you are all doing well. Jesus is your solution. യേശുവാണ് നിങ്ങളുടെ പരിഹാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിയുന്ന, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ കഴിയുന്ന, നിങ്ങളുടെ സബ്ജക്റ്റുകൾക്ക് സൊല്യൂഷൻ തരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. For any problems in your life, for any questions that you have, for any struggles you're facing, the only one who can give you the answers and the solution you need is the Lord Jesus Christ. യോഹന്നാൻ 14:6 പഠിക്കുമ്പോൾ, When we read John 14 verse 6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. I am the way, the truth and the life. No one comes to the Father except through me. കർത്താവായ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. The Lord Jesus Christ says, I am the way, the truth and the life. അവൻ കർത്താവ് സത്യമാണ്. The Lord is truth. അവൻ വഴിയാണ്. Jesus is the way. ജീവനാണ്. Jesus is the life. ഇത് മൂന്നും കർത്താവ് നമുക്ക് നൽകി തരുന്നു. These three things the Lord gives it to us. ഹല്ലേലൂയ. Hallelujah. സത്യമെന്ന് പറയുവാൻ കാര്യം, The reason why Jesus is called the truth, യേശു ക്രിസ്തു മരിക്കുമെന്നും അടക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും വരുമെന്നും ഒരു വലിയ സത്യം ഉണ്ടായിരുന്നു. there was a great truth that Jesus would come, he would die and he would rise again. ഈ സത്യം പ്രൂവ് ചെയ്തത് യേശുവിൻ്റെ കാൽവറി ക്രൂശിലൂടെ അടക്ക പുനരുത്ഥാനത്തിലൂടെയാണ് ഇത് പ്രൂവ് ചെയ്യുവാനിടയായത്. However, this great truth was proved through the death and the resurrection of Jesus Christ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് പ്രൂവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സത്യം വെളിയിൽ വരുന്നത്. In your life, sometimes when you prove something is when the truth comes out. ഈ ദിവസങ്ങളിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ, പ്രവചിച്ച പ്രവചനങ്ങൾ, വചനങ്ങൾ ശിഷ്യന്മാരുമായി ഷെയർ ചെയ്തത് അത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. The things which Jesus shared, the things which Jesus did and spoke to his disciples, it was revealed and proved as true when Jesus rose from the grave on the third day. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടെ ഈ വചനം സത്യമാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Through the resurrection of Jesus Christ from the dead, it was proved that this word is true. ഇനിയും ഈ വചനം ഒരു കാര്യം കൂടെ പറയുന്നു. യേശു പറഞ്ഞത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും. So then there is one more thing that Jesus said, that just as I went, I will come back. കർത്താവ് താമസിയാതെ വരും. Our Lord will come again soon. അവൻ എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല. He didn't say when he will come. എന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. However, we are seeing the signs of that. ഇത് ആരും പറയാതെ തന്നെ പ്രകൃതി, രാജ്യങ്ങൾ, വ്യക്തികൾ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Without anyone saying it, the nature and the countries and the nations are declaring this truth. യേശു തന്നെ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. Jesus alone is the way, the truth and the life. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരങ്ങൾക്ക് പരിഹാരം യേശു ക്രിസ്തു തരാൻ പോകും. Jesus is going to give you the solutions to all the problems in your life. ഒരു ഹന്ന ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. When Hannah went to the temple and അവൾ ദൈവത്തിന്റെ മുൻപിൽ ചില കാര്യങ്ങൾ നിരത്തി വെച്ചു. she laid out her problems before the Lord. അവളുടെ പ്രശ്നം അവൾക്കൊരു തലമുറയില്ലാത്തതായിരുന്നു. Her problem was that she did not have a child. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. Similarly, everybody has their own problems. എന്നാൽ അവൾ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. However, she went to pray at the temple. അവൾ ആലയത്തിൽ ചെന്നപ്പോൾ when she went to the temple, അവളോട് പറയുകയാണ്, വരുന്ന വർഷം ഇതേ സമയം ദൈവം നിനക്കൊരു തലമുറയെ തരുമെന്ന്. When she went to the temple, God told her that at this time of the year, next time you will have a child. അവളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരം ദൈവം അവൾക്ക് കൊടുത്തു.
the answer for her prayers, the Lord gave it to her. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്ന ദിവസങ്ങളായത്. These are the days that you're going to receive the answer to your prayers. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. Our Lord, I bless these children. അങ്ങയുടെ കരം നീട്ടേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, I pray that you would extend your hand. ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. Lord, give them the answer to their prayers. അവരെ ബ്ലസ് ചെയ്യുന്നു. Bless them, Lord. ആമേൻ. Amen. ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. You must share this word to other people. ഭയങ്കര ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. Great blessing will come towards your family. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മെലേക്ക് പ്രയർ ടവർ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. കം ആൻഡ് സീ. വന്ന ദൈവിക സന്തോഷം അനുഭവിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. You must visit Melek Prayer Tower. It will be a great blessing for you. Come and see what the Lord is doing. God bless you.